Hi friends, welcome to Life with Sree. അപ്പോൾ ഞാൻ ദീപാവലിക്ക് മേടിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളെ കാണിച്ചിരുന്നു. ബട്ട് അത് എവിടെ യൂസ് ചെയ്തു, ദീപാവലിക്ക് ഞാൻ വീട്ടിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു, അതൊന്നും ഞാൻ വ്ളോഗ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന കാരണം ദീപാവലി സമയത്ത് എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞാനിട്ട രംഗോലി. ഈ സംഭവമാണ് ഞാനിട്ടത്. ആദ്യം കണ്ടത് ഇവിടുത്തെ എൻ്റെ ഹെൽപ്പർ, എൻ്റെ കൂടെയുള്ള ചേച്ചി, അവരാണ് ഇട്ടത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ രംഗോലി ട്രയൽസാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ആ രംഗോലി 5 ദിവസം വെച്ചിരുന്നു വീട്ടിൽ. ഇന്നലെയാണത് അടിച്ചു വാരി കളഞ്ഞത്. ഇത് ഞങ്ങളുടെ ഡോറിൽ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന ഹാങ്കിങ്സ് ആണ്. തോരൺ എന്ന് പറയും ഗുജറാത്തിയിലൊക്കെ. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ ഞാൻ എൻട്രി വേയിൽ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഷൂ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് ചെയ്യണമെന്ന്. ഇതാണ് ആ ഷൂ ക്യാബിനറ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു വുഡൻ ട്രേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഒരു വുഡൻ ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബൗൾ. ഇതൊന്നും പുതിയ മേടിച്ചതല്ല, ഇതൊക്കെ എൻ്റെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊരു ഡെക്കറേറ്റീവ് പീസാണ്. ഞാനിത് ചാവികൾ അല്ലെങ്കിൽ ജ്വല്ലറിയൊക്കെ ജസ്റ്റ് ഇട്ട് വെച്ചേക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഞാനിപ്പം എൻട്രി വേയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണു. അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ആൻഡ് റോസ് പെറ്റൽസ് ഇട്ടിട്ട് പിന്നെ വാക്സ് കാൻഡിൽസ്. അപ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്തോളും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റുകയാണ്. ഇതിങ്ങനെ വൈറ്റ് ആൻഡ് റെഡ് തീമിലൊരു ഡെക്കറേഷൻ ആക്കിയതാണ് ഞാൻ. അതിനായിട്ടുള്ള പൂക്കളൊക്കെ മേടിച്ചതാണ്. ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ ഞാൻ പുതിയതായിട്ട് മേടിച്ചത്. ബാക്കിയെല്ലാം എൻ്റെ അടുത്ത് ഈ വാക്സ് കാൻഡിൽസ് വരെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഹാളിൽ കാണിച്ചത്, കഴിഞ്ഞ വ്ളോഗിൽ ഹാളിൽ കാണിച്ച ടീ ലൈറ്റ്സ് ആണ് ഇതൊക്കെ. അത് ഞാൻ ഈ ക്യാൻഡിൽ ഹോൾഡറിനകത്ത് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ആ ഷൂ റാക്കിൻ്റെ മുകളിൽ എൻട്രി വേ ആയ കാരണം ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, സോഫയുടെ ഇടയ്ക്ക് ഒരു കോഫി ടേബിൾ ഉണ്ട് ഫ്രണ്ട് ലിവിങ് റൂമിൽ. അവിടെ ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ആദ്യം ഞാൻ വിരിച്ചതൊരു ഡിസൈനുള്ള ഒരു റബ്ബർ ഷീറ്റാണ്. ഇത് എന്തിനാണ് വിരിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത് അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവം ഈ ഒരു ടേബിൾ റണ്ണറാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഇരിക്കും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബൗൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തൊരു ബ്ലാക്ക് ബൗൾ. ഇതൊക്കെ ഡെക്കറേറ്റീവ് പീസസ് ആണ്, വീട്ടിലുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ പോട്ട് പ്യൂരി മേടിച്ചാൽ കാണിച്ചില്ലേ, അത് വെച്ചു. പിന്നെ ഈ ക്യാൻഡിൽ ഹോൾഡേഴ്സ് എൻ്റെ അടുത്ത് ഉള്ളതാണ്. ഇത് ഐ തിങ്ക് 2 years ബാക്ക് ഹോംബോക്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവിടെ നിന്ന് മേടിച്ചതാണ്. ഇനി ഇതിലും ഞാൻ ആ ലോങ് ടീ ലൈറ്റ്സ് ആണ് ഇടാൻ പോണേ. അന്ന് സെറ്റ് വാങ്ങിച്ചപ്പോൾ അതിൽ 5 എണ്ണം ചെറുതും 3 വലുതും ഉണ്ടായിരുന്നു. ആ 3 എണ്ണം ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. നിങ്ങൾക്കിത് ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല, ലൈറ്റ് ഓഫ് ചെയ്താൽ നല്ല കൃത്യമായിട്ട് കാണാം. ഇനി ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഡെക്കറേഷൻ. ബാത്റൂമിൻ്റെ കോർണറിൽ ഒരു കുഞ്ഞ് വൈൻ ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ച് ഒരു ഫ്ലവർ വാസ് പോലെ ആക്കിയതാണ്. ഫ്ലവേഴ്സ് അതിനകത്ത് വെച്ചു, ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ്. അന്ന് ഞാൻ മേടിച്ച 3 വാക്സ് കാൻഡിൽസ്, 3 ഫ്ലേവറിലുള്ള വാക്സ് കാൻഡിൽസ് മേടിച്ചായിരുന്നു ഇൻ എ ജാർ. അത് ഞാനിവിടെ ഓരോന്ന് കത്തിച്ച് വെക്കണം. ഇതാണ് മറ്റേ ബാത്റൂം.
പിന്നെ ഇതുപോലെ LED ലൈറ്റ്സ് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. ഇത് ഞങ്ങളുടെ വാൾ യൂണിറ്റ്, TV വാൾ യൂണിറ്റ്, ലിവിങ് റൂമിലെ TV വാൾ യൂണിറ്റ് ആണ്. പിന്നെ ഇത് ലിവിങ് റൂമിലെ വിൻഡോ, പിന്നെ എൻ്റെ കുഞ്ഞ് അമ്പലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ദീപാവലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.